ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഈസി ആയിട്ടൊരു മട്ടൻ ബിരിയാണിയാണ്. നെയ്യ് ഒഴിക്കാതെയും ഓയിൽ ഒഴിക്കാതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കുക. അതുമല്ല പെട്ടെന്ന് പരിപാടി കഴിയുന്ന രീതിയിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മട്ടനും ബീഫൊക്കെ വാങ്ങി നമ്മൾ എത്ര വൃത്തിയായി കഴുകിയാലും എങ്ങനെ ആയാലും അതിൽ കുറച്ച് നെയ്യൊക്കെ ഉണ്ടാവും. അപ്പോൾ നെയ്യില്ലാതെ എങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. മൊത്തം 4 സവോള നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 3 എണ്ണം മസാലയിലേക്കും ഒരെണ്ണം ഫ്രൈ ചെയ്യാനും എടുക്കുക. അപ്പോൾ ഒരു സവോള അതിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നല്ല വലുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ 10 പച്ചമുളകും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നൈസായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോളൊക്കെ ചോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലാണ് ഇപ്പോൾ നമ്മൾ വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ മട്ടൻ നന്നായി കഴുകി കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ വലിയ പീസാക്കിയത് മാത്രം. ഇത് കറക്റ്റ് 1 കിലോനാണ് കേട്ടോ. അത് നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഈ ചോപ്പ് ചെയ്തിട്ടുള്ള സവോളയും പച്ചമുളകും കൂടിയിട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി അതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി 2 ടീസ്പൂൺ വെള്ളുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിന കേട്ടോ, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1.5 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഈ മട്ടനും ഈ മസാലയും കൂടിയിട്ട് കൈ വെച്ച് നന്നായിട്ട് തിരുമ്പി മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കൈ വെച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലധികം മുളക് പൊടിയോ അധികം മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല. ഒക്കെ ഒരു ഇത്തിരി വീതം ഇട്ടിട്ടുള്ളൂ. മല്ലിപ്പൊടി ഒട്ടും ഇട്ടിട്ടില്ല കേട്ടോ. ഇനി ഇത് ഗ്യാസിൽ വെച്ചിട്ട് നമുക്കൊരു മീഡിയം ലെവലിൽ 5 വിസിൽ വരുന്നവരെ വേവിക്കാം. മീഡിയം ലെവലിൽ ഇട്ടിട്ടാണ് വേവിക്കാൻ പോകുന്നത് കേട്ടോ. 5 വിസിലിന് ശേഷം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 1 വിസിലും കൂടെ ഞാൻ അടിക്കും. എന്തായാലും ഞാൻ തുറന്നതിന് ശേഷം പിന്നെ പറഞ്ഞുതരാം കേട്ടോ. മട്ടൻ വേവുമ്പോഴേക്കും നമുക്ക് ചോറ് വേവിക്കാനുള്ള പരിപാടി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3.5 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ജീരകശാല എടുക്കണമെന്നുണ്ടെങ്കിൽ ജീരകശാല എടുക്കാം. ഞാനിപ്പോൾ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി ഒരു 20 മിനിറ്റ് നമുക്ക് കുതിർക്കാൻ വെക്കണം. 1 കിലോ മട്ടനിലേക്ക് 3.5 കപ്പ് ബസ്മതി റൈസ്. അപ്പോൾ നമ്മൾ അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഒരു സവോള എടുത്തിട്ട് നന്നായി കനം കുറച്ചിട്ട് ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ 1 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ആ ക്യാരറ്റും ഒന്ന് നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ട് അതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ക്യാരറ്റ് സ്ലൈസ് ചെയ്ത് കട്ടിംഗ് ബോർഡുമ്പോൾ വെച്ചിട്ടല്ല കേട്ടോ. നമ്മൾ പീലർ വെച്ചിട്ട് തൊലി കളയില്ലേ, അതെങ്ങനെയാണോ അതേപോലെ പീലർ വെച്ചിട്ടാണ് സ്ലൈസ് ചെയ്യുന്നത്. ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ബിരിയാണിയിലേക്ക് ഒരു റിബൺ ടൈപ്പ് പോലെ കിടക്കുകയും ചെയ്യും. ഒരു ഈസിയാണ്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് നല്ല നൈസായിട്ട് നല്ല ഒരു ഭംഗിയായിട്ട് ഇത് കിട്ടും. അത് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. ഒരു ക്യാരറ്റ് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് സവോള ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇടണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ പോലെ ആവും. പക്ഷെ അത് മൊരിഞ്ഞ് കിട്ടിയെന്ന് വരില്ല. സവോള ഒരു ഗോൾഡൻ കളർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോരി എടുക്കണം കേട്ടോ. എടുക്കുമ്പോൾ വിചാരിക്കും അത് ആയിട്ടില്ല എന്ന് വിചാരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ക്രിസ്പി ആയിക്കോളൂ കേട്ടോ. നമ്മളിത് കോരിയിട്ട് ഒരു ടിഷ്യൂലേക്ക് ഇടുമ്പോൾ വീണ്ടും അതിൻ്റെ മുകളിൽ തന്നെ ഇടാതെ ഒന്നുകിൽ അത് അങ്ങോട്ട് നീക്കി വെക്കുക, അല്ലെങ്കിൽ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ വീണ്ടും ഇടുമ്പോൾ എണ്ണ തങ്ങി നിൽക്കുള്ളൂ. ആ എണ്ണയിൽ തന്നെ നമ്മൾ ക്യാരറ്റും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക. ക്യാരറ്റ് നൈസായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. അതിന് അളവൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഇടാം. ഇനി നമുക്ക് അരി കുതിർന്ന് വരുമ്പോഴേക്കും അരി വേവിക്കാനുള്ള വെള്ളം വെക്കണം. അതിന് വേണ്ടിയിട്ട് വലിയൊരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. അതിലൊരു 3/4 ഭാഗത്തോളം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിന് പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല കേട്ടോ. 3/4 ഭാഗത്തോളം വെള്ളം വെക്കുന്നുണ്ട്. ആ പോട്ടിൽ ചോറ് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അധികം വെള്ളം വെക്കുന്നത്. അരി വേവിക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു 4 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു നുള്ള് ഷിയാജീരകം, ഒരു പീസ് പട്ട, ഇതും കൂടെ ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത് കേട്ടോ. പോട്ട് ഒരിക്കലും അടച്ചു വെക്കില്ലേ. അടച്ചു വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളച്ച് പുറത്ത് പോവുള്ളൂ കേട്ടോ. പിന്നെ ഉപ്പ് എപ്പോഴും ശ്രദ്ധിക്കുക. വെള്ളത്തിനേക്കാളും ഒന്ന് മുന്നിട്ട് നിൽക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചോറിലേക്ക് ഉപ്പ് പിടിക്കില്ല കേട്ടോ. അരി നന്നായിട്ട് വേവണ്ട കേട്ടോ. ഒരു 3/4 ഭാഗത്തോളം വെന്താൽ മതി. ബാക്കി നമുക്ക് ദമ്മിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരി ഇവിടെ ഒരു 3/4 വേവായിട്ടുണ്ട്. അധികം വെച്ചിരുന്നാൽ നന്നായിട്ട് വെന്ത് ഉടയുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു സ്ട്രെയിനറിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് അരിയുള്ളൂ. പിന്നെ എൻ്റെ വലിയൊരു സ്ട്രെയിനർ ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണത്തിലേക്ക് ആക്കിയത്. നിങ്ങളെ കയ്യിൽ ചെറിയൊരു സ്ട്രെയിനർ ആണെന്ന് വെച്ചെങ്കിൽ 2 എണ്ണത്തിലേക്ക് ആക്കി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് ഇരുന്നിട്ട് വേവ് കൂടി പോവുള്ളൂ.
അപ്പോൾ നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. 5 വിസിലടിച്ചതിന് ശേഷം ഞാൻ അതേപോലെ വെച്ചു. എന്നിട്ട് അതിൻ്റെ കംപ്ലീറ്റ് എയറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കി നോക്കുമ്പോൾ മട്ടൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിപ്പോൾ ഇതൊരു വേറൊരു പോട്ടിലേക്ക് ആക്കിയിട്ടാണ് ഇതിൻ്റെ മസാല ആക്കാൻ പോകുന്നത്. ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഞാൻ ഉപ്പ് നോക്കി നോക്കുമ്പോൾ ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഈ സമയത്ത് നമ്മൾ എരിവൊക്കെ നോക്കുക. അഥവാ എരിവ് കുറവാണെങ്കിൽ ഒരു 2-3 പച്ചമുളക് ഇട്ടാൽ മതി കേട്ടോ. മുളക് പൊടി ഈ സമയത്ത് ഇടണ്ട, അല്ലെങ്കിൽ ചൂടാക്കിയിട്ട് ഇടാം. ഈ എരിവ് കറക്റ്റാണ് കേട്ടോ ബിരിയാണിയിൽ. പിന്നെ അതിന് മാത്രം എരിവ് ഉണ്ടാവില്ലല്ലോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കുറച്ച് പുതിനയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം മട്ടനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടും ആ ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരുപാട് തിക്കാവണ്ട കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 25 അണ്ടിപ്പരിപ്പ് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചത് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് അരച്ചത് ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല, ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മസാല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിക്കാവണ്ട, അപ്പോൾ പിന്നെ ബിരിയാണിക്ക് തീരെ മസാല ഇല്ലാതാവുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം, എന്നിട്ട് ദം ചെയ്യാനുള്ള പരിപാടി നോക്കാം. ബിരിയാണി പോട്ട് നമ്മൾ ഡയറക്റ്റ് ഗ്യാസുമ്പോൾ കയറ്റി വെക്കുന്നില്ല. അതിൻ്റെ മുകളിൽ ഒരു ഇരുമ്പിൻ്റെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ പഴയ നോൺ സ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചതിന് ശേഷം നമ്മുടെ പോട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ബിരിയാണി ദമ്മിടാനുള്ള ഒരു പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. ഗ്രേവി മാത്രമായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗ്രേവി എല്ലാം ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് ചോറ് ഒരു ലെയർ കുറച്ച് ചോറ് വരുത്തിയിടാം. ചോറ് എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന ഏലക്കയും ഗ്രാമ്പും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ ഇങ്ങോട്ട് പറക്കി എടുക്കണുണ്ട്. 4 ഏലക്കയും 4 ഗ്രാമ്പുമാണ് നമ്മൾ ഇട്ടത്, ഒരു പട്ടയും. അപ്പോൾ അതിൻ്റെ ആ എണ്ണ ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്കത് പറക്കിയെടുക്കാൻ ഈസിയാവും. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ട്, തിളപ്പിച്ച പാലൊന്നുമല്ല, ഫ്രിഡ്ജിലിരിക്കാൻ തണുത്ത പോലെ തന്നെ കേട്ടോ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ എസൻസ് ഒരു 2 തുള്ളി ഇട്ട്, 2 തുള്ളിയേക്കാളും കൂടുണ്ട, 2 തുള്ളി അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതാണ്. അത് നമുക്ക് ഓരോ ലെയറിലും കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പും റൈസ് ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഒന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇടുക. അതിന് ശേഷം നമുക്ക് ആ ബാക്കിയുള്ള പാലിൻ്റെ മിക്സും കൂടെ ഒഴിച്ചതിന് ശേഷം ദം ചെയ്യാൻ വെക്കാം. നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ഇരുമ്പിൻ്റെ ആ ഒരു പ്ലേറ്റ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. ഇനി സിമ്മിലിട്ടിട്ട് ഒരു അരമണിക്കൂർ കേട്ടോ, നന്നായിട്ട് സിമ്മിലാണ്, അരമണിക്കൂർ ദം ചെയ്യാൻ വെക്കുക. ഇതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ഫോയിൽ പേപ്പർ ഒന്നും വെക്കുന്നില്ല, ഇത് ഒട്ടും ആവി പുറത്ത് പോവാത്തതാണ്. നിങ്ങളങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഒരു ഫോയിൽ കവർ ചെയ്തതിന് ശേഷം അടച്ചു വെച്ചാൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ബിരിയാണി ഒരു അരമണിക്കൂറായപ്പോൾ ഞാൻ ഓഫ് ചെയ്ത ശേഷം അപ്പം തന്നെ ഓപ്പൺ ചെയ്യരുത് കേട്ടോ. മാക്സിമം ഒരു 15 മിനിറ്റെങ്കിലും അടച്ച് വെക്കണം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും അതേപോലെ തന്നെ വെക്കുക. അതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. നെയ്യും ഓയിലൊന്നും ഇല്ലാത്ത നമ്മുടെ ഈസി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ നിങ്ങൾ റൈസ് ഊറ്റി വെക്കുമ്പോൾ 2 സ്ട്രെയിനറിലേക്ക് ആക്കിയിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇരുന്ന് വേവ് കൂടി പോകും. എല്ലാവരും ഇതുപോലെ ഒന്നും ആവില്ല ബിരിയാണി ഉണ്ടാക്കുക. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ കാണിച്ചു എന്ന് മാത്രം, നെയ്യ് ഒഴിവാക്കിയിട്ട്. ചിക്കൻ ബിരിയാണി ഒന്നും ഞാനിങ്ങനെ വെക്കാറില്ല, മട്ടനും ബീഫും മാത്രമേ ഇങ്ങനെ വെക്കാറുള്ളൂ കേട്ടോ. ബിരിയാണി തന്നെ പല ടൈപ്പ് ഉണ്ട്, അതൊക്കെ ആയിട്ട് നമുക്ക് വേറെ എപ്പിസോഡുകളിലൊക്കെ വരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മുന്നത്തെ വീഡിയോസ് കാണാത്തവരെല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.